ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹലോ ടെക് മലയാളം. 15,000 രൂപയിൽ താഴെ കിട്ടുന്ന ഏറ്റവും മികച്ച കുറച്ച് സ്മാർട്ട് ഫോണുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. പ്രധാനമായും സ്മാർട്ട് ഫോണുകളുടെ മെയിനായിട്ടുള്ള സ്പെസിഫിക്കേഷനും ഒപ്പം തന്നെ പ്രൈസും മാത്രമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യമായിട്ട് നമുക്ക് റെഡ്മി നോട്ട് 10 എന്ന സ്മാർട്ട് ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.43 ഇഞ്ചോട് കൂടി വരുന്ന സൂപ്പർ അമോലെഡ് ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. കോർണിംഗ് ഗോളാസ് 3യുടെ പ്രൊട്ടക്ഷനൊക്കെ നൽകുന്നുണ്ട്. ഒപ്പം 1100 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഒക്കെ ആയിട്ട് വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൽ ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 678 എന്ന പ്രോസസ്സറാണ് നൽകിയിട്ടുള്ളത്. 4GB റാം 6GB റാം വേരിയൻറ്റുകളിൽ നമുക്ക് 4GB സ്റ്റോറേജിലൊപ്പം തന്നെ 128GB സ്റ്റോറേജിൽ നമുക്ക് സ്മാർട്ട് ഫോണുകൾ അവൈലബിൾ ആണ്. LPDDR4X റാം സെറ്റപ്പും UFS 2.2 ബേസ്ഡ് സ്റ്റോറേജ് സംവിധാനവും നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ആൻഡ്രോയിഡ് 11 ഒപ്പം തന്നെ MIUI 12 ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുക. ട്രിപ്പിൾ കാർഡ് സോട്ട് സംവിധാനവും കാര്യങ്ങളൊക്കെ വേണ്ട. ഒപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിയർ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 48 മെഗാപിക്സലിൻ്റെ സോണി IMX582 എന്ന ഒരു ക്യാമറ സെൻസർ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്വാഡ് ക്യാമറ സെറ്റപ്പ് നമുക്ക് റിയർ സൈഡിൽ കാണാൻ സാധിക്കും. ഒപ്പം 4K വീഡിയോസ് 30 FPS വരെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിയർ ക്യാമറ ഭാഗത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 13 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും 5000 mAh ബാറ്ററി കപ്പാസിറ്റിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനമൊക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 3.5mm ഓഡിയോ ജാക്ക്, ടൈപ്പ് സി പോർട്ട്, IR ബ്ലാസ്റ്റർ, സ്റ്റീരിയോ സംവിധാനം തുടങ്ങിയ സ്പെസിഫിക്കേഷനൊപ്പം സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സംവിധാനവും പ്രൊട്ടക്ഷനൊക്കെ വേണ്ടി IP53യുടെ ഒരു റെസിസ്റ്റൻസ് കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. 4GB റാം 64GB സ്റ്റോറേജിന് 12,999 രൂപയാണ് പ്രൈസ് വരിക. ഒപ്പം 6GB റാം 128GB സ്റ്റോറേജിന് 15,000 രൂപയുമാണ് പ്രൈസ് വരുന്നത്. ആമസോണിലാണ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു റെഡ്മി നോട്ട് 10 എന്ന സ്മാർട്ട് ഫോൺ കിട്ടുക. ഒരു മികച്ച സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അടുത്തതായിട്ട് റിയൽമി 8 4G സ്മാർട്ട് ഫോണാണ്. റിയൽമി 8ൻ്റെ 5G ഉണ്ട്, ഒപ്പം 4G സ്മാർട്ട് ഫോണുണ്ട്. 4G സ്മാർട്ട് ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.4 ഇഞ്ചോട് കൂടി വരുന്ന ഫുൾ HD പ്ലസ് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. HDR10 സപ്പോർട്ടും 1000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് സംവിധാനമൊക്കെ ഉണ്ട്. ഒപ്പം 180 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഒക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. മീഡിയാടെക്കിൻ്റെ ഹീലിയോ G95 എന്ന ഗെയിമിംഗ് പ്രോസസ്സർ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. 4GB റാം 6GB റാം 8GB റാം എന്നിങ്ങനെ 3 റാം വേരിയൻറ്റുകളിൽ 128GB ഇൻറ്റേർണൽ സ്റ്റോറേജുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. LPDDR4X റാമും UFS 2.1 ബേസ്ഡ് സ്റ്റോറേജ് സംവിധാനവുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുള്ളത്. ട്രിപ്പിൾ കാർഡ് സോട്ട് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ആൻഡ്രോയിഡ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റവും റിയൽമി UI 2.0 ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 64 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് റിയർ സൈഡിൽ കിട്ടുന്നുണ്ട്. ഒപ്പം 4K വീഡിയോസ് 30 FPS വരെ മാക്സിമം ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 16 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ സെറ്റപ്പ്, 5000 mAh ബാറ്ററി കപ്പാസിറ്റി, 30 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം, 3.5mm ഓഡിയോ ജാക്ക്, ടൈപ്പ് സി പോർട്ട് തുടങ്ങിയ ഫീച്ചേഴ്സുകൾ ഉൾപ്പെടുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 4GB റാം 128GB സ്റ്റോറേജിന് 15,000 രൂപയാണ് പ്രൈസ് വരിക. ഫ്ലിപ്കാർട്ടിലാണ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റിയൽമി 8 എന്ന സ്മാർട്ട് ഫോൺ കിട്ടുക. ഇനി ഇതിൻ്റെ 5G സ്മാർട്ട് ഫോണിലേക്ക് വരുമ്പോൾ റിയൽമി 8 കമ്പയർ ചെയ്യുമ്പോൾ കുറേ സ്പെസിഫിക്കേഷൻസ് ഡൗൺഗ്രേഡ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. അപ്പം മികച്ചൊരു സ്മാർട്ട് ഫോണാണ്. 5G സ്മാർട്ട് ഫോൺ എന്ന രീതിയിൽ നോക്കി കഴിഞ്ഞാൽ റിയൽമി 8 5G എന്ന സ്മാർട്ട് ഫോൺ മികച്ചൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഇനി ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ 6.5 ഇഞ്ചോട് കൂടി വരുന്ന ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. 90 Hz റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മീഡിയാടെക്കിൻ്റെ 700 എന്ന 5G പ്രോസസ്സർ നൽകിയിരിക്കുന്നു. 4GB റാം 8GB റാം വേരിയൻറ്റുകളിൽ നമുക്ക് 64GB സ്റ്റോറേജ് ഒപ്പം 120GB സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. ട്രിപ്പിൾ കാർഡ് സോട്ട് സംവിധാനം, ആൻഡ്രോയിഡ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, റിയൽമി 2.0 UI ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 48 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സംവിധാനമാണ് നൽകിയിട്ടുള്ളത്. 16 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും 5000 mAh ബാറ്ററി കപ്പാസിറ്റി ഇവിടെയുണ്ട്. 18 വോട്ട് ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം മാത്രമാണ് നൽകിയിട്ടുള്ളത്. 3.5mm ഓഡിയോ ജാക്ക്, ടൈപ്പ് സി പോർട്ട്, സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സംവിധാനമൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. റിയൽമി 8 4G സ്മാർട്ട് ഫോണുമായിട്ട് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ക്യാമറയുടെ ഭാഗത്തായാലും ഡിസ്പ്ലേയുടെ ഭാഗത്തായാലും ആ ഒരു ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കുറവാണ്. പക്ഷേ ഇതൊരു 5G സ്മാർട്ട് ഫോണാണ് എന്നുള്ള പ്രത്യേകത മാത്രമാണ് റിയൽമി 8ഉം 8 5G ഒക്കെ ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തോന്നുന്നത്. എന്തായാലും നിലവിൽ നിങ്ങൾക്കൊരു 5G സ്മാർട്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ മാത്രം റിയൽമി 8 5G എന്ന സ്മാർട്ട് ഫോണിലേക്ക് ചൂസ് ചെയ്യുക. എന്തായാലും 15,000 രൂപയിൽ താഴെ കിട്ടുന്ന ഒരു 5G സ്മാർട്ട് ഫോണായിട്ട് നിങ്ങൾക്ക് റിയൽമി 8 5G എന്ന സ്മാർട്ട് ഫോണിനെ പരിഗണിക്കാം. അടുത്തതായിട്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് മോട്ടോറോളയുടെ G40 ഫ്യൂഷൻ എന്ന സ്മാർട്ട് ഫോൺ. ഒരു മികച്ച സ്മാർട്ട് ഫോൺ തന്നെയാണ്. നിങ്ങൾക്കൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ, സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണെങ്കിൽ 15,000 രൂപയിൽ താഴെ കിട്ടുന്ന ഒരു മികച്ച സ്മാർട്ട് ഫോണാണ് മോട്ടോ G40 ഫ്യൂഷൻ എന്ന സ്മാർട്ട് ഫോൺ. 6.8 ഇഞ്ചോട് കൂടി വരുന്ന ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ഉണ്ട്. 120 Hz റീഫ്രഷ് റേറ്റും HDR10 സപ്പോർട്ടൊക്കെ ഉള്ള ഒരു ഡിസ്പ്ലേ സെറ്റപ്പാണ് നമുക്ക് കിട്ടുക. ഒപ്പം ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസ്സർ മിഡ് റേഞ്ച് ലെവലിൽ നമുക്ക് മികച്ചൊരു ഗെയിമിംഗ് പ്രോസസ്സറായിട്ട് പരിഗണിക്കാവുന്ന ഒരു പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 6GB റാം 4GB റാം എന്നീ 2 റാം വേരിയൻറ്റുകൾ നമുക്ക്
64GB സ്റ്റോറേജ് 128GB സ്റ്റോറേജിൽ നമുക്ക് സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. ആൻഡ്രോയിഡ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. 64 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ റിയർ ക്യാമറ സംവിധാനം നൽകിയിട്ടുണ്ട്. 4K വീഡിയോസ് 30 FPS വരെ നമുക്ക് ഷൂട്ട് ചെയ്യാം. 16 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ, 6000 mAh ബാറ്ററി കപ്പാസിറ്റി, 20 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം, 3.5mm ഓഡിയോ ജാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഫിംഗർ പ്രിന്റ് സംവിധാനം റിയൽ സൈഡിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം 6000 mAh ബാറ്ററിക്കൊപ്പം 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം കുറച്ച് കുറവാണെങ്കിലും ബാക്കി എല്ലാ സ്പെസിഫിക്കേഷനും നോക്കുമ്പോൾ ഒരു മികച്ച സ്മാർട്ട് ഫോൺ തന്നെയാണ്. 15000 രൂപയ്ക്ക് 4GB RAM 64GB സ്റ്റോറേജ് വേരിയൻറ്റിൽ മോട്ടോറോളയുടെ മോട്ടോ G40 ഫ്യൂഷൻ എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ. അടുത്തതായിട്ട് നമുക്ക് സാംസങ് ഗാലക്സി M32 എന്ന സ്മാർട്ട് ഫോണിലേക്ക് വരാം. ഈ ഒരു സ്മാർട്ട് ഫോൺ റീസെൻ്റ്ലി സാംസങ് ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ്. M സീരീസ് സ്മാർട്ട് ഫോൺ നമുക്ക് പൊതുവെ അറിയാം മികച്ച സ്പെസിഫിക്കേഷനുമായിട്ട് സാംസങ്ങിൽ നിന്ന് കിട്ടുന്നൊരു സ്മാർട്ട് ഫോണുകളാണ്. സാംസങ്ങിൻ്റെ എക്സിനോസ് പ്രൊസസ്സറുകളിൽ നിന്നും മാറി ഇത്തവണ മീഡിയടെക്കിൻ്റെ പ്രൊസസ്സറുമായിട്ട് വന്നിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് സാംസങ് ഗാലക്സി M32 എന്ന സ്മാർട്ട് ഫോൺ. 6.4 ഇഞ്ചോട് കൂടി വരുന്ന ഫുൾ HD+ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. 90 Hz റീഫ്രഷ് റേറ്റും ഈ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അപ്പം 15000 രൂപയിൽ താഴെ ഒരു മികച്ച ഡിസ്പ്ലേ സെറ്റപ്പ് പൊതുവെ നമുക്കറിയാം സാംസങ് അവരുടെ സ്മാർട്ട് ഫോണുകൾ ഏറ്റവും പ്രധാനമായി ഊന്നൽ നൽകുന്ന അവരുടെ ഡിസ്പ്ലേക്ക് തന്നെയാണ്. അപ്പം ആ ഒരു ക്വാളിറ്റി നമുക്ക് തീർച്ചയായിട്ടും സാംസങ് ഗാലക്സി M32 എന്ന സ്മാർട്ട് ഫോണിൽ കിട്ടും. മീഡിയടെക്കിൻ്റെ ഹീലിയോ G80 എന്ന പ്രൊസസ്സറാണ് കിട്ടുക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ G80 അല്ലാതെ G95 തുടങ്ങിയ പ്രൊസസ്സറുകൾ നമുക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. എങ്കിലും ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സാംസങ് എന്ന ബ്രാൻഡ് പൊതുവെ ഈ ഒരു രീതിയിലാണ് അവരുടെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നൽകാറുള്ളത്. അപ്പോൾ മീഡിയടെക്കിൻ്റെ ഹീലിയോ G80 എന്ന പ്രൊസസ്സർ ഒരു നോർമൽ യൂസറെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്രൊസസ്സർ തന്നെയാണ്. 4GB RAM 6GB RAM വേരിയൻറ്റുകളിൽ 64GB സ്റ്റോറേജ് ഒപ്പം തന്നെ 128GB സ്റ്റോറേജുമായിട്ട് നമുക്ക് സ്മാർട്ട് ഫോൺ കിട്ടുക. LPDDR4X റാമും ഒപ്പം eMMC 5.1ഉമാണ് സ്റ്റോറേജ് സംവിധാനമായിട്ട് നൽകിയിട്ടുള്ളത്. ആൻഡ്രോയിഡ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ട്രിപ്പിൾ കാർഡ് സോർട്ട് സംവിധാനമൊക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 64 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും 20 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ സെറ്റപ്പും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. 6000 mAh ബാറ്ററി കപ്പാസിറ്റിയും 20 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനവും ഉണ്ട്. പക്ഷേ നമുക്ക് ഇൻ ദ ബോക്സ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 15 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനമുള്ള ചാർജർ മാത്രമാണ് കിട്ടുക. 3.5mm ഓഡിയോ ജാക്ക്, സൈഡ് മൗണ്ടുള്ള ഫിംഗർ പ്രിന്റ് സംവിധാനം കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാം. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് വരിക 4GB RAM 64GB സ്റ്റോറേജിന് 15000 രൂപയാണ്. അടുത്തായിട്ട് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വരുന്ന ഒരു മികച്ച സ്മാർട്ട് ഫോണാണ് പോക്കോ M3 Pro 5G എന്ന സ്മാർട്ട് ഫോൺ. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 14000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 4GB RAM 64GB സ്റ്റോറേജ് വേരിയൻറ്റ്. എന്തായാലും ഈ ഒരു പ്രൈസ് എടുക്കാൻ സാധിക്കുന്ന ഒരു മികച്ച സ്മാർട്ട് ഫോൺ തന്നെയാണ് പോക്കോ M3 Pro 5G എന്ന സ്മാർട്ട് ഫോൺ. 6.5 ഇഞ്ചോട് കൂടി വരുന്ന ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. 90 Hz റീഫ്രഷ് റേറ്റും കോർണിംഗ് ക്ലാസ് 3യുടെ പ്രൊട്ടക്ഷനൊക്കെ നൽകുന്നുണ്ട്. മീഡിയടെക് Dimensity 700 എന്ന പ്രൊസസ്സറുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 4GB RAM 6GB RAM വേരിയൻറ്റുകളിൽ നമുക്ക് 64GB സ്റ്റോറേജ് ഒപ്പം തന്നെ 128GB സ്റ്റോറേജ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. LPDDR4X RAM UFS 2.0 ബേസ്ഡ് സ്റ്റോറേജ് സംവിധാനമൊക്കെ നൽകുന്നുണ്ട്. ആൻഡ്രോയിഡ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റം MIUI 12ഉമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടുക. 48 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നത്. 8 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട്. 5000 mAh ബാറ്ററി, 18 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. IR വാസർ സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിന്റ് സംവിധാനവും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാം. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 4GB RAM 64GB സ്റ്റോറേജിന് 14000 രൂപയാണ് പ്രൈസ് നൽകിയിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് ഒരു മികച്ച സ്മാർട്ട് ഫോൺ റിയൽമി നമുക്ക് കിട്ടുന്നുണ്ട്. റിയൽമി നാർസോ 30 എന്ന സ്മാർട്ട് ഫോണാണ്. 6.5 ഇഞ്ചോട് കൂടി വരുന്ന ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ, 90 Hz റീഫ്രഷ് റേറ്റ് ഒക്കെ അടങ്ങുന്ന ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നു. മീഡിയടെക്കിൻ്റെ ഹീലിയോ G95 എന്ന പ്രൊസസ്സർ ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. 4GB RAM 64GB സ്റ്റോറേജ് ഒപ്പം തന്നെ 6GB RAM 128GB സ്റ്റോറേജിലുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുക. LPDDR4X RAM UFS 2.1 ബേസ്ഡ് സ്റ്റോറേജ് സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ്രോയിഡ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റവും റിയൽമി UI 2.0 ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇവിടെ നമുക്ക് ട്രിപ്പിൾ കാർഡ് സോർട്ട് സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. 48 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നു. 5000 mAh ബാറ്ററി കപ്പാസിറ്റിയും 30 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിട്ടുള്ളത്. ഒപ്പം ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ പരിചയപ്പെടുത്തിയ സ്മാർട്ട് ഫോണിലൊന്നും ഇല്ലാത്ത NFC എന്ന ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബേസ് വേരിയൻ്റായ 4GB RAM 64GB സ്റ്റോറേജിന് 12499 രൂപയും ഒപ്പം 6GB RAM 128GB സ്റ്റോറേജിന് 15000 രൂപയുമാണ് പ്രൈസ് വരിക. അപ്പം ഈ ഒരു സെഗ്മെൻറ്റിൽ 15000 രൂപ പ്രൈസ് റേഞ്ചിൽ നിലവിൽ ബെറ്ററായിട്ട് കിട്ടുന്ന റീസെൻ്റിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ള സ്മാർട്ട് ഫോണുകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയിൽ പുതിയ സ്മാർട്ട് ഫോൺ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.